ലോകം ആധുനിക സാങ്കേതിക വിദ്യയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും 60,000 വർഷങ്ങൾക്ക് പിന്നിലെ ശിലായുഗ ജീവിതം മാറ്റമില്ലാതെ തുടരുന്ന ഒരിടമുണ്ട്. ആൻഡമാൻ കടലിൽ നോർത്ത് സെന്റിനൽ ഐലൻഡ്. ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയതെന്ന് കരുതപ്പെടുന്ന പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സെന്റിനലീസ് ഗോത്രവർഗ്ഗക്കാരാണ് ഈ ദ്വീപിന്റെ അവകാശികൾ. നിഗൂഢത തുടരുന്ന ജീവിതം ഏകദേശം 60 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ദ്വീപിലേക്ക് ആധുനിക മനുഷ്യർക്ക് പ്രവേശനമില്ല. കാർഷിക വൃത്തിയോ തീ ഉണ്ടാക്കാനോ ഇവർക്ക് അറിയില്ലെന്നാണ് കരുതപ്പെടുന്നത്. വേട്ടയാടിയും കടൽ വിഭവങ്ങൾ ശേഖരിച്ചും ജീവിക്കുന്ന ഇവർ ദ്വീപിന് സമീപം എത്തുന്ന ആരെയും അമ്പും വില്ലും ഉപയോഗിച്ച് നേരിടും. ഇവരുടെ കൃത്യമായ ജനസംഖ്യയോ ഭാഷയോ ഇന്നും ലോകത്തിന് അജ്ഞാതമാണ്. അതീവ അപകടകരമായ സന്ദർശനം സെന്റിനൽ ദ്വീപിനു ചുറ്റും 5 നോട്ടിക്കൽ മൈൽ പരിധിയിൽ ഇന്ത്യൻ സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2006 അബദ്ധത്തിൽ ദ്വീപിനടുത്തെത്തിയ 2 മത്സ്യത്തൊഴിലാളികളും 2018 മതം പ്രചരിപ്പിക്കാൻ നിയമവിരുദ്ധമായി ദ്വീപിലിറങ്ങിയ ജോൺ അലൻ ചൗ എന്ന അമേരിക്കൻ സഞ്ചാരിയും ഈ ഗോത്രത്തിന്റെ അമ്പേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. പുറം ലോകത്തെ മനുഷ്യർക്ക് ബാധിക്കുന്ന സാധാരണ പനി പോലും പ്രതിരോധശേഷിയില്ലാത്ത ഈ ഗോത്രത്തെ ഒന്നടങ്കം നശിപ്പിച്ചേക്കാം എന്നതിനാലാണ് ഇവിടേക്കുള്ള പ്രവേശനം കർശനമായി തടഞ്ഞിരിക്കുന്നത്. 2004 സുനാമിയിൽ ഈ ഗോത്രം നശിച്ചു പോയിട്ടുണ്ടാകുമെന്ന് കരുതിയെങ്കിലും നിരീക്ഷണത്തിന് ചെന്ന ഹെലികോപ്റ്ററിന് നേരെ അമ്പെയ്തുകൊണ്ട് തങ്ങൾ സുരക്ഷിതരാണെന്ന് ഇവർ തെളിയിച്ചു. കണ്ണുകൊണ്ട് കാണുക, ഇടപെടാതിരിക്കുക എന്ന നയമാണ് ഇന്ത്യ ഇവിടെ പിന്തുടരുന്നത്. ആധുനികതയുടെ വിഷം തീണ്ടാത്ത ഭൂമിയിലെ അവസാനത്തെ ഇടമായി നോർത്ത് സെന്റിനൽ ഇന്നും നിഗൂഢമായി തുടരുന്നു.